നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നോർത്ത് യമനിൽ അടിയന്തര യോഗം നടക്കുന്നു. ഷെയ്ഖ് ഹബീബ് ഒമറിന്റെ പ്രതിനിധി മുഖേനയാണ് കാന്തപുരത്തിന്റെ ഇടപെടൽ. കഴിഞ്ഞ ദിവസമാണ് കാന്തപുരം ഈ വിഷയത്തിൽ ഇടപെട്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അടിയന്തര യോഗം ചേരുന്നത്. അക്ഷയ, ഇന്ന് രാവിലെ മുതൽ തന്നെ കാന്തപുരത്തിന്റെ ഓഫീസിൽ നമ്മൾ വിളിക്കുമ്പോൾ അവിടെ ആദ്യം ഒരു മധ്യസ്ഥ ചർച്ച ഈ യമൻ പൗരന്റെ കുടുംബവുമായിട്ട് നടത്തിയെന്ന് പറയുന്നു. അത് ഈ കാന്തപുരത്തിന്റെ തന്നെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഒമർ, യമൻ പൗരനാണ്. അദ്ദേഹം മുസ്ലിം നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. അവിടെയൊക്കെ വലിയ സ്വാധീനമുള്ള ആളാണ്. ഇദ്ദേഹത്തിന്റെ യമൻ പൗരന്റെ സാന്നിധ്യത്തിലാണ് അവിടെ ഒരു മധ്യസ്ഥ ചർച്ച നടന്നത്. അതിലവിടെ ഗോത്രവർഗ്ഗക്കാരിലെ ഏറ്റവും പ്രധാനികളായ ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നു. അവിടെയുള്ള വക്കീൽമാർ, അഡ്വക്കേറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് അവരൊരു മധ്യസ്ഥ ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ തന്നെ ഈ കുടുംബത്തോട് ഈ ദിയാദനം പ്രഖ്യാപിക്കണം, ദിയാദനം പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് നൽകാമെന്നും അത് സംബന്ധിച്ച് ഈ നിമിഷപ്രിയക്ക് മാപ്പ് നൽകണമെന്നുമാണ് ആവശ്യം ഉയർത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ ഇന്ന് വൈകിട്ടോട് കൂടി തന്നെ ഒരു അടിയന്തര യോഗവും നടന്നിട്ടുണ്ട്. ആ യോഗത്തിൽ ഈ ഹബീബ് ഒമറിന്റെ പ്രതിനിധിയാണ് ആ യോഗത്തിലുള്ളത്. അവിടെയും പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. ആ യോഗത്തിന് ശേഷം ഇതിലൊരു എന്ത് തീരുമാനമാണ് ഇന്ന് നൽകാനാവുക എന്ന് അറിയിക്കാമെന്നുമാണ് ഇപ്പോൾ യമനിൽ നിന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് ലഭിച്ചിരിക്കുന്ന ഒരു വിവരമെന്ന് പറയുന്നത്. അങ്ങനെ ദിയാദനം ആവശ്യപ്പെടുകയാണെങ്കിൽ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ചാണ്ടി ഉമ്മനെ നമ്മൾ വിളിച്ചിരുന്നു. ചാണ്ടി ഉമ്മൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വേണ്ടി നേരത്തെ തന്നെ സ്വരുക്കൂട്ടിയ പണമുണ്ട്. ആ പണത്തിന് കുറച്ച് ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ബാക്കി തുകയൊക്കെ അബ്ദുൾ റഹീം ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ പണം സ്വരൂപിക്കാം എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ $1 മില്യൺ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അതടക്കം നമുക്ക് ശരിയാക്കാം എന്ന രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മനും നമ്മൾ വിളിച്ചപ്പോൾ ചാണ്ടി ഉമ്മനും ആ രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. അബ്ദുൾ റഹീമിന്റെ ട്രസ്റ്റിന് ഇതുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് ലഭിച്ചാലുടൻ കത്ത് നൽകുമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ദിയാദനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ട ഇടപെടലുകൾ ഉടൻ തന്നെ കേരളത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. അതിനു പക്ഷേ ഈ അടിയന്തര യോഗമെല്ലാം കഴിഞ്ഞ് ഈ രേഖകളെല്ലാം ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ചർച്ചകൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം രേഖകളാക്കി യമനിലെ കോടതിയിൽ സമർപ്പിക്കണം. കോടതി അതിലൊരു അന്തിമ വിധി പറയുകയും വേണം. അപ്പോഴും ഇനി 16-ാം തീയതിയാണ് ശിക്ഷ ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണുള്ളത്. ഈ സമയത്തിനുള്ളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കണമെന്നതാണ് ഏറ്റവും വെല്ലുവിളിയായിരിക്കുന്ന കാര്യം. അപ്പോഴും ഈ ചർച്ച നടത്തുന്നവരടക്കം ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. അക്ഷയ.